പ്രൈസ് ദ ലോർഡ്. ജീവജലത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ ദൈവമക്കൾക്കും വേഗം വരുന്നവനായ യേശു ക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധ നാമത്തിൽ സ്നേഹ വന്ദനം. ഇന്ന് 2025 മാർച്ച് മാസം 23-ാം തീയതി ഞായറാഴ്ച. സ്വർഗത്തിലെ ദൈവത്തിൻ്റെ വലിയ കൃപയാൽ ഈ മാസത്തിൻ്റെ 4-ാമത്തെ വിശുദ്ധ ദിനത്തിലേക്ക് തമ്പുരാൻ നമ്മെ പ്രവേശിപ്പിച്ചിരിക്കുന്നു. നാം ഏവരും ആയിരിക്കുന്ന ഇടങ്ങളിൽ ആത്മാവാകുന്ന ദൈവത്തെ ആത്മാവിലും സത്യത്തിലും ആരാധിച്ച് ദൈവകൃപ അനുഭവിപ്പാൻ ഈ വിശുദ്ധ ദിനം ഇടയാവട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ ഇന്നത്തെ വാഗ്ദത്ത വചനത്തിനായി ഒരുങ്ങാം. ഇന്ന് ജീവജലത്തിൽ കൂടി പ്രോമിസ് വേഴ്സായി നമുക്ക് ലഭിച്ചിരിക്കുന്നത് അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാം ലേഖനം 5-ാം അധ്യായം 6-ാം വാക്യം. 1 Thessalonians chapter 5 verse 6 നാം ഇപ്രകാരം വായിക്കുന്നു: ആകയാൽ നാം ശേഷമുള്ളവരെ പോലെ ഉറങ്ങാതെ ഉണർന്നും സുബോധമുള്ളവരുമായും ഇരിക്കുക. തെസ്സലോനിക്ക സഭ ജാതീയ വിജാതീയ കൂട്ടത്തിൽ നിന്നും വിശ്വാസത്തിന്റെ തീഷ്ണതയോടെ ഉടലെടുത്ത ഒരു സഭയാണ്. അവരെ സംബന്ധിച്ചിടത്തോളം യേശുക്രിസ്തുവിനോട് ചേരുക എന്നുള്ളത് പരമപ്രധാനമായ കാര്യമാണ്. അത് അവരുടെ കാര്യത്തിൽ മാത്രമല്ല, അവർക്ക് മുൻപേ മരിച്ചവരെക്കുറിച്ചും അവർക്ക് വിചാരമുണ്ട്. ആ ചോദ്യത്തിന് മുൻപാകെയാണ് വളരെ പ്രചുര പ്രചാരം നേടിയിരിക്കുന്ന 1 തെസ്സലോനി 4:16 മുതലുള്ള വാക്യങ്ങൾ നാം വായിച്ച് പഠിക്കുന്നത്. അങ്ങനെ യേശുക്രിസ്തുവിന്റെ പുനരാഗമനവും വിശ്വാസികളുടെ എടുക്കപ്പെടലും ഇവയെല്ലാം വ്യക്തമാക്കിയിട്ട് 5-ാം അധ്യായത്തിൽ പറയുകയാണ്: നിങ്ങളോട് കാലങ്ങളെക്കുറിച്ചും സമയങ്ങളെക്കുറിച്ചും ഒന്നും പറയേണ്ട കാര്യമില്ല. കാരണം നിങ്ങൾ അത്രയ്ക്ക് ഉറപ്പോടെ ധൈര്യത്തോടെ കാത്തിരിക്കുന്നവരാണ്. അതുകൊണ്ട് നാം ഇരുളിന്റെ പ്രവൃത്തികളെ ഒഴിവാക്കി വെളിച്ചത്തിന്റെ മക്കളായി ദൈവകൃപയോടെ ജീവിക്കുക. അതുമാത്രം ചെയ്താൽ മതി. ലോകത്തിന്റെ മാലിന്യവും കളങ്കവും പറ്റാതെ, ഇരുളിന്റെ ഒന്നും നമ്മിൽ ഏശാതെ ദൈവകൃപയോടെ മുൻപോട്ട് പോവുക. അങ്ങനെ പറഞ്ഞിട്ടാണ് ഇന്നത്തെ വാഗ്ദത്ത വചനമായ 6-ാം വാക്യത്തിൽ പറയുന്നു: ആകയാൽ നാം ശേഷമുള്ളവരെ പോലെ എന്ന് പറഞ്ഞാൽ ദൈവകൃപയ്ക്ക് വിപരീതമായി ജീവിക്കുന്നവരെ പോലെ, ദൈവഹിതത്തിന് അനുകൂലമാകാതെ വളരെ സ്വന്തമായ താല്പര്യത്തിൽ ചോദ്യം ചെയ്ത് ദൈവസന്നിധിയിൽ നിന്ന് അന്യപ്പെട്ട് കഴിയുന്നവരെ പോലെ ആകാതെ നാം ഉണർന്നും സുബോധമുള്ളവരും ആയിരിക്കണം. ഇവിടെ ഒരു അക്ഷരം അല്ലെ ഒരു വാക്കുപോലെ ചേർത്തിരിക്കുന്ന നാം എന്നതിന് വളരെ പ്രാധാന്യമുണ്ട്. ഈ നാം എന്ന പദപ്രയോഗത്തിൽ ഞാനും നിങ്ങളും ഉണ്ടോ എന്ന് ഈ വിശുദ്ധ ദിനം അതിരാവിലെ കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. നമ്മുടെ പാട്ടും പ്രാർത്ഥനയും കൂട്ടായ്മയും ആരാധനയും ഒക്കെ നല്ലതാണ്. ഇന്ന് നാം ആരാധനയ്ക്കായിട്ട് കർത്തൃമേശ അനുഭവിക്കാനായിട്ട് രാവിലെ ഇറങ്ങുകയാണ്, ഒക്കെ നല്ലതാണ്. പക്ഷേ നാം ഏത് കൂട്ടത്തിലാണ്? അതുകൊണ്ട് പ്രിയ ദൈവമക്കളെ, നാം സുബോധമുള്ളവരായിരിക്കണം, ഉണർന്നിരിക്കുന്നവരായിരിക്കണം. നമ്മുടെ ചുറ്റുപാടുകളെക്കുറിച്ച്, നമ്മുടെ മക്കളെക്കുറിച്ച്, നമ്മുടെ കുടുംബങ്ങളെക്കുറിച്ച്, നമ്മുടെ ആത്മീയ ശുശ്രൂഷയെക്കുറിച്ച്, ഓരോ ദിനവും കർത്താവുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ച് നമുക്ക് നല്ല സുബോധം ഉള്ളവരായിരിക്കണം. ആത്മീയ ജീവിതം എന്നും പറഞ്ഞുകൊണ്ട് സുബോധം നഷ്ടപ്പെട്ട് ജീവിക്കുന്നവരായിട്ട് ജീവിക്കുവാനല്ല സ്വർഗത്തിലെ ദൈവം നമ്മെക്കുറിച്ച് ഉദ്ദേശിക്കുന്നത്. നാം വളരെ ഗൗരവത്തോടും വളരെ
ആഴമേറിയ ചിന്തകളോടും ദൈവകൃപയോടും ജീവിക്കുവാൻ ദൈവം ആഹ്വാനം ചെയ്യുന്നു. ആകയാൽ നാം ഉണരേണ്ടത് ആവശ്യമാണ്. നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ ഏതെല്ലാം മേഖലകളിലാണ് നാം ഉറങ്ങിക്കിടക്കുന്നത്? നമ്മുടെ ആത്മീയ പശ്ചാത്തലം ഉറങ്ങിക്കിടക്കുന്ന അവസ്ഥയിലാണോ? അങ്ങനെയെങ്കിൽ കർത്താവിന്റെ വരവെങ്കിൽ എടുക്കപ്പെടുകയില്ല. അതാണ് പൗലോസ് തെസ്സലോനിക്ക സഭയോട് പറയുന്നത്. കാര്യമൊക്കെ ശരിയാണ്, നാം ശേഷം മനുഷ്യരെ പോലെ ആകരുത്. നാം ഇന്ന് അവർക്ക് തുല്യമാണോ? അവരിൽ നിന്ന് വ്യത്യസ്തമാണോ? നാം ഉണർന്ന് സുബോധത്തോടെ ആയിരിക്കുന്നുവോ? അതുകൊണ്ട് ശേഷം മനുഷ്യർ എന്ത് ചെയ്യുന്നു ചെയ്യുന്നില്ല എന്നുള്ളത് നമ്മുടെ കാര്യത്തിൽപ്പെട്ട കാര്യമേ അല്ല. നമ്മുടെ കാര്യമെന്ന് പറഞ്ഞാൽ കർത്താവിന്റെ വരവ് ഈ പ്രഭാതത്തിലായിക്കോട്ടെ, ഈ പകലിലായിക്കൊള്ളട്ടെ, ഈ രാത്രിയിലായിക്കൊള്ളട്ടെ. അതെ, 5-ാം അധ്യായം പറയുന്നുണ്ട്, കള്ളൻ വരുന്നത് പോലെ, ഒരു മുൻകൂട്ടി അറിയിപ്പില്ലാതെ, ഗർഭിണിക്ക് പ്രസവ വേദന എന്നതുപോലെ ഏത് സമയത്തും ഈ കാര്യങ്ങൾ ഒരു മുന്നറിയിപ്പുമില്ലാതെ നടന്നേക്കാം. അതുപോലെ ഏത് സമയത്ത് കർത്താവ് വന്നാലും നാം എടുക്കപ്പെടുമോ? ഇതാണ് ഈ വാഗ്ദത്ത വചനത്തിലെ ചോദ്യം നമ്മുടെ മുമ്പിൽ വെക്കുന്നത്. ആകയാൽ പ്രിയമുള്ളവരെ, നാം ഉണർന്നിരിക്കണം. നമ്മുടെ കുഞ്ഞുങ്ങളെ കുറിച്ച്, കുടുംബങ്ങളെ കുറിച്ച്, നമ്മുടെ ആത്മീയ ശുശ്രൂഷകളെ കുറിച്ച് നാം ഉണർന്നും സുബോധമുള്ളവരും ആയിരിക്കണം. അങ്ങനെ ഒരു ധന്യമായ ക്രിസ്തീയ ജീവിതത്തിന്റെ ഉടമകളായി തീരണം. അല്ലാതെ ആത്മീയ പാരമ്പര്യം പറഞ്ഞ്, സഭയുടെ മേന്മ പറഞ്ഞ്, ഭവനത്തിൽ പിതാക്കന്മാരുടെയും പൂർവ്വപിതാക്കന്മാരുടെയും മഹിമ പറഞ്ഞ് ഇരിക്കുന്നവരായി തീർന്നാൽ ഒരിക്കലും കർത്താവിന്റെ വരവിൽ എടുക്കപ്പെടുകയില്ല. അത് പറയുന്നതും ഓർക്കുന്നതും ഒക്കെ നല്ലതാണ്, ചെയ്തുകൊള്ളുക. പക്ഷേ എന്റെ കാര്യം, അവരവരുടെ കാര്യം അവരവർ നോക്കി ഉറപ്പിച്ചില്ല എങ്കിൽ, സഹോദരങ്ങളെ, കണ്ണിമയ്ക്കുന്നതിനിടയിൽ കർത്താവ് വന്ന് പോകും. നാം ഈ പാരമ്പര്യവും പറഞ്ഞ്, നാം ചെയ്ത സുവിശേഷ വേലയുടെ മഹത്വവും പറഞ്ഞ് ഇവിടെ തന്നെ ഇരിക്കും. അതിനാണോ നാം ഈ ഓടിയതും അധ്വാനിച്ചതും? അതുകൊണ്ട് നാം ശേഷം ഉള്ള മനുഷ്യരെ പോലെയല്ല, കർത്താവിന് വേണ്ടി ഒരുങ്ങിയിരിക്കുന്നവരായി സുബോധത്തോടെ ഉണർന്ന് ദൈവകൃപയോടെ ആയിരിക്കാൻ ഈ വിശുദ്ധ ദിനം പരിശുദ്ധാത്മാവ് നമ്മെ ആഹ്വാനം ചെയ്യുന്നു. നമ്മുടെ ആരാധനകളും പ്രാർത്ഥനകളും വിശുദ്ധ സംസർഗമേശ ആരാധനയൊക്കെ ചടങ്ങുകളും ആചാരങ്ങളുമായി തീരാതെ നമ്മളെ നിത്യതയിൽ എത്തിക്കുന്നതായിരിക്കണം. കർത്താവിന്റെ വരവെങ്കിൽ നാം എടുക്കപ്പെടുവാൻ ഇതൊക്കെ കാരണമായി തീരണം. അല്ല എങ്കിൽ നാമും ശേഷമുള്ളവർ എന്നുള്ള ലിസ്റ്റിലോട്ട് തഴയപ്പെടുമെന്ന് ഇന്നത്തെ വാഗ്ദത്ത വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. പ്രിയ ദൈവജനമേ, നമ്മുടെ ആത്മീയ ജീവിതം ഏത് നിലവാരത്തിൽ നിൽക്കുന്നുവെന്ന് ഈ വിശുദ്ധ ദിനം അതിരാവിലെ ഉറപ്പാക്കിക്കൊണ്ട്, അല്ല കുറവോ പോരായ്മയോ ഉണ്ട്, നമ്മുടെ ജീവിതത്തിൽ വീഴ്ചയുണ്ട്, ഒന്നുകൂടെ ഉറപ്പുവരുത്തണമെങ്കിൽ ഒരു പുനഃസമർപ്പണത്തോടെ ഈ പ്രഭാതത്തിൽ അടുത്തു വരാം. നമ്മെ തന്നെ സമർപ്പിക്കാം. ദൈവകൃപയിൽ ആശ്രയിച്ച് നാം എന്നുള്ള ആ വലിയ പദവിയിലേക്ക് എത്തിപ്പെടുക. എങ്കിൽ മാത്രമേ 1 തെസ്സലോനിക്കർ 4 പറയുന്ന പോലെ കർത്താവിന്റെ വലിയ കാഹളം വരുമ്പോൾ മുൻപേ ക്രിസ്തുവിൽ മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കും. അതെ, ഇന്ന് നമ്മുടെ അവസാനമോ കർത്താവിന്റെ പുനരാഗമനമോ ഏതാദ്യം നടന്നാലും കർത്താവിനോട് കൂടെ ചേരണം. അതിന് ചെയ്യേണ്ടത് നാം ഉണർന്നും സുബോധമുള്ളവരും ആയിരിക്കണം. ആ നിലയിൽ ഒരുങ്ങുവാൻ
അനേകരെ ഒരുക്കുവാൻ, കർത്താവിന്റെ വരവെങ്കിൽ എടുക്കപ്പെടുവാൻ സ്വർഗത്തിലെ ദൈവം നമ്മെ ഇടയാക്കട്ടെ. നമ്മുടെ ഓരോ വചന കേൾവികളും, ഓരോ ആരാധനകളും, ഓരോ കൂട്ടായ്മകളും കർത്താവിനോട് നമ്മെ അടുപ്പിക്കുന്നതും ദൈവരാജ്യത്തിലേക്ക് പ്രവേശിപ്പിക്കുന്നതും നിത്യതയിൽ യുഗായുഗം കർത്താവിനോട് ചേർന്ന് വസിക്കുവാൻ ഇടയാകുന്നതും ആയിത്തീരട്ടെ. ആയതിലേക്ക് നമ്മെ തന്നെ താഴ്ത്തി ഏൽപ്പിക്കാം, തലകളെ വണക്കാം, പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ മാസത്തിന്റെ 4-ാമത്തെ വിശുദ്ധ ദിനത്തിലേക്ക് പ്രവേശിപ്പാൻ കർത്താവ് ഞങ്ങളെ അനുവദിച്ചതിനായി സ്തോത്രം. ഞങ്ങൾ ഈ ലോകത്തിന്റെ ഏത് കോണിലായിരുന്നാലും അങ്ങേ ആരാധിപ്പാൻ ഞങ്ങളെ അവിടുന്ന് ഒരുക്കണമേ. ഇന്ന് ഞങ്ങളെ കേൾപ്പിച്ച ദൈവവചനത്തിനായി സ്തോത്രം. തെസ്സലോനിക്ക സഭയോട് വളരെ ശക്തമായി പൗലോസ് ഓർമ്മപ്പെടുത്തുകയാണല്ലോ, ശേഷമുള്ളവരെ പോലെ നാം ആയിത്തീരാതെ ഉണർന്നും സുബോധമുള്ളവരും ആയിരിക്കണം. ഞങ്ങൾ ഏതവസ്ഥയിലായിരിക്കുന്നുവെന്ന് സ്വയം വിചിന്തനം ചെയ്യുവാൻ, കുറവുകൾ പരിശുദ്ധാത്മാവ് ചൂണ്ടിത്തരുമ്പോൾ സമർപ്പിച്ച് ദൈവത്തിന് അടുത്ത് വന്ന് ആ കർത്താവിനോട് ചേരുവാൻ ഞങ്ങളെ അവിടുന്ന് ഒരുക്കണം. ഇന്ന് ദൈവവചനം കേൾക്കുന്ന എല്ലാ നിന്റെ മക്കളെയും അനുഗ്രഹിക്കണം. ഞങ്ങളുടെ ആരാധനകൾ, പ്രാർത്ഥനകൾ, സ്തോത്രങ്ങൾ, സ്തുതിയാഗങ്ങൾ സൗരഭ്യ വാസനയുള്ള യാഗമായി അവിടുന്ന് കൈക്കൊള്ളണമേ. ഇന്നത്തെ ദിനം ഏറ്റവും അനുഗ്രഹത്തിന്റെയും സന്തോഷത്തിന്റെയും ദിനമാക്കണം. സ്വർഗീയ കൃപകളാൽ ഞങ്ങളെ പൊതിയണം. യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു, കൃപയോടെ കേൾക്കുമാറാകണമേ. ആമീൻ, ആമീൻ, ആമീൻ. പ്രിയ ദൈവജനമേ, നാം വചനത്തിൽ നിന്ന് കേട്ടതുപോലെ ജീവിതത്തിൽ എന്തെല്ലാം സാഹചര്യങ്ങളുടെ സമ്മർദ്ദം ഏറി വന്നാലും നാം ശേഷമുള്ളവരെ പോലെ ആകരുത്. നാം സുബോധമുള്ളവരും ഉണർന്നിരിക്കുന്നവരുമായി കർത്താവിനെ എതിരേൽപ്പാനും കർത്താവിനോട് ചേർന്ന് മധ്യാകാശത്തിൽ ആ ഒരു വലിയ കുഞ്ഞാടിന്റെ കല്യാണ സദ്യയിൽ പങ്കുചേരുവാനും അങ്ങനെ യുഗായുഗങ്ങൾ നിത്യതയുടെ തുറമുഖത്ത് വസിപ്പാനും ഇടയാകട്ടെ. അതിന് ഇന്നത്തെ വാഗ്ദത്ത വചനം നമ്മെ ഒരുക്കുകയും ചെയ്യട്ടെ. കർത്തൃ ശുശ്രൂഷയിൽ നിങ്ങൾക്കൊപ്പം ബ്രദർ സന്തോഷ് കോടിക്കുളഞ്ഞി. ഗോഡ് ബ്ലെസ് യു ഓൾ.